ഇന്നത്തെ ദേശാഭിമാനിയിൽ ഏറ്റവും വലിയ കള്ള വാർത്ത എന്ന് പറയുന്നത്, അതായത് ജനങ്ങൾക്കൊക്കെ അറിയാവുന്നൊരു കാര്യം വീണ്ടും കള്ളം പറഞ്ഞുകൊണ്ട് ഇവർ നന്നാവില്ല. അത്തരത്തിൽപ്പെട്ട ഒരു വാർത്ത ആദ്യം തന്നെ നമുക്കൊന്ന് പരിശോധിക്കാം. ഇതാ ദേശാഭിമാനിയുടെ ഇന്നത്തെ 3-ാം പേജിൽ കണ്ടോ, നിയമനത്തിന് വെയിറ്റേജ് മാർക്ക്, ഗോത്രബന്ധു മെന്റർ അധ്യാപകർ സമരം അവസാനിപ്പിച്ചു. എന്താണ്? ഗോത്രബന്ധു മെന്റർ അധ്യാപകർ സമരം അവസാനിപ്പിച്ചു. അതായത് ഈ ആദിവാസി മേഖലകളിൽ ഈ കുട്ടികളെ കൃത്യമായി സ്കൂളിലേക്ക് എത്തിക്കുന്നതിനും പാഠഭാഗങ്ങൾ അവർ ശരിക്കും പഠിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ അവരുടെ വിദ്യാഭ്യാസപരമായ അവരുടെ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുന്നതിന് വേണ്ടിയിട്ട് മെന്റർ ടീച്ചേഴ്സ് എന്ന് പറയുന്ന ഒരു ടീച്ചർമാരൊന്നുമല്ല കേട്ടോ, അധ്യാപകരൊന്നുമല്ല, ഇവരുടെ ഈ പഠനത്തിലുള്ള ഇവരുടെ ശ്രദ്ധ ഒന്ന് അതിലൊരു മികവ് വരുത്താൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക പദ്ധതി പ്രകാരം സംസ്ഥാനത്തെ ആദിവാസി മേഖലകളിൽ ഇടതുപക്ഷ സർക്കാർ ഇങ്ങനെ ഒരു പ്രത്യേക വിഭാഗത്തെ നിയമിച്ചിരുന്നു. അതാണ് മെന്റർ അധ്യാപകർ. ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ്, അതായത് വി.ഡി. സതീശൻ സർക്കാർ അധികാരമേറ്റ് ദിവസങ്ങൾക്കുള്ളിൽ ദേശാഭിമാനി പത്രം ഉൾപ്പെടെ അന്തം കമ്മികളെല്ലാവരും ഇവിടെ പറഞ്ഞു പരത്തിയ ഒരു വാർത്ത, മെന്റർ അധ്യാപകരെ പിരിച്ചുവിട്ടു. ഇവർ അധികാരത്തിലേറി എനിക്ക് തോന്നുന്നു 3-4 ദിവസത്തിനുള്ളിൽ പുറത്തുവന്ന വാർത്തയാണ്, മെന്റർ അധ്യാപകരെ പുറത്തുവിട്ടു. ഇത് ഭയങ്കര ചതിയായി പോയല്ലോ അല്ലേ? ആരും വിചാരിക്കും ഭയങ്കര ചതിയല്ലേ. മെന്റർ അധ്യാപകർ എന്ന് പറഞ്ഞാൽ ആരാണ്? ആദിവാസി മേഖലകളിൽ ആദിവാസി വിദ്യാർത്ഥികളുടെ പഠന കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ പതിപ്പിക്കാൻ വേണ്ടിയിട്ട് നിയമിച്ച അധ്യാപകരെ വി.ഡി. സതീശൻ സർക്കാർ അധികാരത്തിലെത്തി 3-ാം ദിവസം എന്ത് ചെയ്തു? പിരിച്ചുവിട്ടു. കൊടും ചതിയല്ലേ. എന്താ അതിന്റെ യാഥാർത്ഥ്യം എന്നറിയും? ഈ നിയമനം എന്ന് പറയുന്നത് 1 വർഷത്തേക്കുള്ള നിയമനമാണ്. ശരിക്കും പറഞ്ഞാൽ 10 മാസത്തേക്കുള്ള നിയമനമാണിത്. അതായത് ഈ അധ്യാപകരെ അല്ലെങ്കിൽ ഇത്തരത്തിൽപ്പെട്ട ഈ മെന്റർ ടീച്ചേഴ്സിനെ PSC വഴിയൊന്നുമല്ല ഇവരെ ഇന്റർവ്യൂ ചെയ്തിട്ട് ഇവരെ നിയമിച്ചു കഴിഞ്ഞാൽ ഇവരുടെ നിയമന കാലാവധി എന്ന് പറയുന്നത് ഈ പറയുന്ന 10 മാസമാണ്. ഓരോ വർഷവും മാർച്ച് 31-ാം തീയതി, ശ്രദ്ധിക്കണേ, ഓരോ വർഷവും മാർച്ച് മാസം 31-ാം തീയതി വരെയാണ് ഇവരുടെ നിയമനം. അങ്ങനെ ഈ ജൂൺ മുതൽ ഈ മാർച്ച് 31 വരെ നിയമനം കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായും ഇവരുടെ കാലാവധി കഴിഞ്ഞു. ഇത് പിരിച്ചുവിടേണ്ട കാര്യമൊന്നുമില്ല. സ്വാഭാവികമായും പിരിച്ചുവിടപ്പോൾ ആ നിയമന ഉത്തരവിൽ അതാണ്, 1 വർഷത്തേക്കാണ് നിയമനം. അത് കഴിഞ്ഞ് 2-ാം വർഷം വീണ്ടും അപ്ലിക്കേഷൻ കോൾ ഫോർ ചെയ്ത് പുതിയ അപേക്ഷകർ വരും. ഇവർക്ക് വേണമെങ്കിൽ വീണ്ടും അപേക്ഷിക്കാം. പുതിയ അപേക്ഷകരൊക്കെ ഉണ്ടാവും. അതിൽ നിന്ന് ഏറ്റവും മികവുള്ള ആൾക്കാരെ തിരഞ്ഞെടുക്കുന്നു. അവരുടെ സേവനവും ആ വർഷം മാർച്ച് 31-ന് ആ അധ്യയന വർഷം മാർച്ച് 31-ന് പണി തീരും, പോകും. ഇതാണ് സ്ഥിതി. യഥാർത്ഥത്തിൽ ഈ മാർച്ച് 31-ാം തീയതി 2026 മാർച്ച് 31-ാം തീയതി സേവനം അവസാനിപ്പിച്ച മെന്റർ അധ്യാപകരെ വി.ഡി. സതീശൻ സർക്കാർ പിരിച്ചുവിട്ടു എന്നായിരുന്നു ഇവരുടെ. അതായത് നിങ്ങളൊന്ന് ആലോചിക്കുക, മാർച്ച് 31-ന് ഇവർ പിരിഞ്ഞുപോയി. സ്വാഭാവിക പിരിഞ്ഞുപോകൽ മാർച്ച് 31-ന് നടന്നു കഴിഞ്ഞു. ഇവര് അധികാരമേറ്റത് മെയ് 18-നാണ്. മാർച്ചും കഴിഞ്ഞ് ഏപ്രിലും കഴിഞ്ഞ് മെയ് മാസം 18-ന് അധികാരമേറ്റ വി.ഡി. സതീശൻ സർക്കാർ അതിന്റെ 3-ാം ദിവസം ഇവരെ മാർച്ച് 31-ന്, ഇത് മറ്റേ സിനിമയിൽ പറഞ്ഞ വരികയാണ്, ഏത് മാന്നാർ മത്തായി സ്പീക്കിംഗ് സിനിമയിൽ നമ്മുടെ കടുവാക്കുളം ആന്റണിയും ഇന്നസെന്റും തമ്മിലുള്ള ഒരു ഫോൺ സംഭാഷണത്തെ, നിങ്ങൾ പുറപ്പെട്ടോ അപ്പോൾ പറയുന്നു, ഞങ്ങൾ അരമണിക്കൂർ നേരത്തെ പുറപ്പെട്ടു എന്ന് പറയുമ്പോൾ മറ്റേ സ്ഥലത്ത് എങ്ങനെ നിങ്ങൾ അരമണിക്കൂർ നേരത്തെ പുറപ്പെടുക? അപ്പോൾ ഇന്നസെന്റ് പറയുന്നുണ്ട്, ഞങ്ങൾ വേണമെങ്കിൽ 1 മണിക്കൂർ നേരത്തെ പുറപ്പെടാം. ആ രീതിയിലുള്ള ഇതിനൊക്കെ എന്താ മറുപടി പറയാ? ഏറ്റവും രസമൊന്നുമില്ല ഈ വാർത്തയിലേക്ക് വരിക. അതായത് എന്നിട്ട് ഈ മെന്റർ ടീച്ചർമാരെ കൊണ്ട് സമരം ചെയ്യിപ്പിച്ചു. ഇത് മരുവനാണ് ഇതിന്റെ മുന്നിൽ. ഇമാതിരി എല്ലാ കച്ചറ പരിപാടിക്കും മുന്നിൽ നിൽക്കുന്നത്, ഈ എല്ലാ കുൽസിത പ്രവർത്തനങ്ങളുടെയും മൂലാധാരം എന്ന് പറയുന്നത് മരുമോനാണല്ലോ. അങ്ങനെ PA മുഹമ്മദ് റിയാസിന്റെ ഒക്കെ ഒരു ഒത്താശയോടെ ഈ പാവം അധ്യാപികമാർക്ക് അറിയാം ഇത് ഇവരുടെ കാലാവധി മാർച്ച് 30-ന് അവസാനിച്ചതാണ്. പക്ഷെ വേറെ രസം കേൾക്കണം, അതായത് ഈ നിയമിച്ച ആൾക്കാർ മുഴുവനും അന്തംകമ്മികളാണ്. അതായത് ഈ
അത് സ്വാഭാവികതാണല്ലോ. PSC വഴിയുള്ള നിയമനമൊന്നുമല്ല. അതായത് പിൻവാതിൽ എന്നൊന്നും പറയണ്ട. കാരണം ഇവര് നേരെ മുൻവാതിലൂടെ തന്നെ ഇവരെ നിയമിച്ചത് പാർട്ടി ബന്ധം നോക്കിയിട്ട് CPMന്റെ ആൾക്കാരെയാണ് ഇതിലൊക്കെ നിയമിച്ചത്. ഇവരിതുവരെ ചെയ്തെന്താണെന്നറിയോ? ഈ കള്ളന്മാർ ചെയ്തത് ഇവർക്ക് തന്നെ നിയമനം ഇങ്ങനെ കൊടുക്കും. യഥാർത്ഥത്തിൽ ഈ പറയുന്ന നിയമന ഉത്തരവിലുള്ള കാര്യങ്ങളൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് നേരത്തെ ഈ പദ്ധതി എനിക്ക് തോന്നുന്നു 2017 തുടങ്ങിയത്. 2017 തുടങ്ങിയ ആ കാലം മുതൽ തെരഞ്ഞെടുക്കപ്പെട്ട ഈ അധ്യാപകരെ വീണ്ടും 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 ഇവരെ തന്നെ നിയമിക്കും. വേറെ ആർക്കും ചാൻസ് കൊടുക്കില്ല. ഇതായിരുന്നു ഇവരുടെ പരിപാടി. ഏതായാലും ആ ടീച്ചർമാരെ രണ്ടാമത് കൊണ്ടുവന്നിട്ട് ഇവരെ ഒരു പട്ടി ഷോ, മരുമന്റെ സ്ഥിരം ഷോ ആണല്ലോ, അതിന് പിന്നെ പട്ടി ഷോ എന്ന് പറയേണ്ട കാര്യമില്ല. ഈ അധ്യാപികമാരെ ഒക്കെ നിരത്തിയിരുത്തിട്ട് ഇവന്റെ വക ഒരു ഷോ, സമരം, ഞങ്ങളെ തിരിച്ചെടുക്കണം, ഞങ്ങൾ പിരിച്ചുവിട്ട ഞങ്ങളെ തിരിച്ചെടുക്കണം. അവസാനം നമ്മുടെ കെ തുളസിക്കാണല്ലോ ഈ പട്ടിക വർഗ ഈ ആദിവാസി വിഭാഗത്തിന്റെ ഒക്കെ ചുമതലയുള്ള മന്ത്രിയായ തുളസി ഇത് സംബന്ധിച്ച് ആ കാലത്ത് തന്നെ തുളസി വളരെ കൃത്യമായി ഇത് സംബന്ധിച്ച് ഒരു ക്ലാരിഫിക്കേഷൻ നൽകിയിരുന്നേ. അത് നമുക്കൊന്ന് കേൾക്കാം. ഒരു സെന്റൻസ് തന്നെ അടിസ്ഥാനമില്ലാത്ത സെന്റൻസ് ആണ് ഈ സർക്കാർ പിരിച്ചുവിട്ടു എന്നുള്ള ആ ഒരു വാചകം. കാരണം ഈ കഴിഞ്ഞ മാർച്ച് 31-നാണ് അവരെ പിരിച്ചുവിട്ടിട്ടുള്ളത്. 31-ന് UDF സർക്കാർ അധികാരത്തിലേറിയിട്ടില്ല. നിങ്ങൾ എല്ലാവരും ഞങ്ങളുടെ സത്യപ്രതിജ്ഞ കണ്ടിട്ടുള്ളതാണ്. എന്നാണ് ഈ സർക്കാർ അധികാരത്തിൽ കയറിയത് എന്നുള്ളത് മെയ് മാസം 18-ാം തീയതിയാണ് സത്യപ്രതിജ്ഞ നടന്നത്. അപ്പൊ മാർച്ച് മാസം 31-ന് പിരിച്ചുവിടപ്പെട്ട, അതായത് ഒരു വർഷത്തേക്ക് കരാർ അടിസ്ഥാനത്തിലാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും മാർച്ച് 31-ന് അവരുടെ കാലാവധി 10 മാസത്തേക്കാണ് അവരുടെ സേവനം വകുപ്പ് ഉറപ്പുവരുത്തുന്നത്. അപ്പൊ അങ്ങനെ ചെയ്ത് മാർച്ച് 31-ന് കഴിഞ്ഞതിനെ ഈ സർക്കാർ വന്ന് പിരിച്ചുവിട്ടു എന്നുള്ള തരത്തില് തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള പരാമർശങ്ങൾ ഇപ്പം താങ്കൾ ചോദിച്ച പോലെ തന്നെ പലരുടെയും ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള അത് അടിസ്ഥാനരഹിതമാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം മെന്റർ ടീച്ചർ നമ്മുടെ സ്റ്റേറ്റിൽ മൊത്തം 326 പേരാണുള്ളത്. അതില് അട്ടപ്പാടിയിൽ 26 പേരും, പാലക്കാട് 30 പേരും, നിലമ്പൂർ മേഖലയിൽ 29, അതുപോലെ മാനന്തവാടി 90, സുൽത്താൻ ബത്തേരി 77, കൽപ്പറ്റ 74. ടോട്ടൽ നമ്മുടെ കേരളത്തിൽ ഒട്ടാകെ നോക്കിയാലും 326ഓളം മെന്റർ ടീച്ചേഴ്സ് ആണുള്ളത്. അപ്പൊ അത് ഈ കുട്ടികളെ നമ്മളിപ്പം ഈ വർഷത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, തെരഞ്ഞെടുപ്പ് നടന്ന ഒരു വർഷമാണ്. ഇലക്ഷൻ പ്രോട്ടോകോൾ നിലവിലിരുന്നു. പുതിയ സർക്കാർ അധികാരത്തിലേത് മെയ് മാസം പകുതിക്ക് ശേഷമാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ അടിയന്തരമായിട്ട് ഇതിന്റെ നോട്ടിഫിക്കേഷൻ ചെയ്ത് അതിൽ ഇന്റർവ്യൂ നടത്തി ഏറ്റവും ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളെ അതിന് വേണ്ടിയിട്ട് തെരഞ്ഞെടുക്കും. കാരണം ഇതൊരു സ്ഥിര നിയമനമല്ല, ഓരോ വർഷവും കരാർ അടിസ്ഥാനത്തിലാണ് ഈ മെന്റർ ടീച്ചേഴ്സിനെ തെരഞ്ഞെടുക്കുന്നത്. അതിൽ നമ്മുടെ ഭാഗത്ത് മനസ്സിലായില്ലേ? മന്ത്രി വളരെ കൃത്യമായി പറഞ്ഞു, ഇത് ഓരോ വർഷത്തേക്കുള്ള നിയമനമാണ്. കഴിഞ്ഞ മാർച്ച് 31-ന് ഇവരുടെ കാലാവധിയൊക്കെ കഴിഞ്ഞു പോയതാണ്. ഇനി ഇതാ ഞങ്ങൾ മെയ് 18-നാണ് അധികാരത്തിലേറിയത്. അതിനുശേഷം ഞങ്ങളെ നോട്ടിഫൈ ചെയ്തു, പുതിയ അധ്യാപകരെ തിരഞ്ഞെടുക്കാനുള്ള സംവിധാനങ്ങൾ ഞങ്ങൾ ആക്കി കഴിഞ്ഞു. ഇതൊക്കെ ക്ലാരിഫിക്കേഷൻ ഒക്കെ വരുത്തി കഴിഞ്ഞിട്ടാണ് പിന്നെയും ഈ കോപ്പന്മാരുടെ നേതൃത്വത്തിൽ ഈ പാവം അധ്യാപികമാരെ വിളിച്ചു വരുത്തിയിട്ട് സമരം ചെയ്യിപ്പിച്ചത്. അങ്ങനെ ഇന്നത്തെ ഈ വാർത്ത എന്ന് പറഞ്ഞാൽ ഇതാ, ഗോത്രബന്ധു മെന്റർ അധ്യാപകർ സമരം അവസാനിപ്പിച്ചു. ഇവർ സമരം അവസാനിപ്പിച്ചത്രേ. ആ വാർത്ത ദേശാഭിമാനി കൊടുത്തത് നിങ്ങളൊന്ന് കാണണം കേട്ടോ. ഞാനിത് പറയാൻ കാരണം എന്താണെന്ന് അറിയാം, വളരെ വിഷമത്തിൽ ഞാൻ പറയുന്നത്. കാരണം ഇത് മാത്രം ഈ ടോയ്ലറ്റ് പേപ്പർ മാത്രം വായിക്കുന്ന ഒരുപാട് അന്തംഗമികളുണ്ട് കേട്ടോ. ഇവര് ഇത് മാത്രമേ വായിക്കുള്ളൂ. ഇതിന്റെ അങ്ങേപ്പറമ്പിൽ എല്ലാവർക്കും ലോകം പൊട്ടക്കുളത്തിലെ തവള എന്നൊക്കെ കേട്ടില്ലേ? പൊട്ടക്കുളത്തിലെ തവളകളാണ്. ഇതിന് പുറമെ ഒരു കാര്യമില്ല. TV കാണുകയാണെങ്കിൽ കൈരളി മാത്രമേ കാണുള്ളൂ. ഇപ്പം ഈ റിപ്പോർട്ടർ കൂടി കാണുന്നുണ്ട്. അതില് ചിലപ്പോൾ കൈരളിയേക്കാൾ ഡോസ് കൂടിയ ഈ ന്യായീകരണ ക്യാപ്സ്യൂളുകളൊക്കെ ഇവർക്ക് കിട്ടും. അപ്പോൾ ഇതിൽ പറയുന്നത് ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടതിനെതിരെ വീണ്ടും, അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കള്ളങ്ങൾ ഇങ്ങനെ പറയുക. മന്ത്രി വളരെ കൃത്യമായി പറഞ്ഞു, ഇത് പിരിച്ചുവിടലല്ല, ഇത് സ്വാഭാവികമായ ഓരോ മാർച്ച് 31-നും സ്വാഭാവികമായ ഇവരുടെ കാലാവധി അവസാനിക്കലാണ്. ഇതിന് പിരിച്ചുവിടൽ എന്നല്ല പറയാ. പിരിച്ചുവിടലിന്റെ കാര്യമില്ല, തീർന്നു. മാർച്ച് 31 കഴിഞ്ഞാൽ തീർന്നു, അത്രയേ ഉള്ളൂ. ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടതിനെതിരെ ഗോത്രബന്ധു മെന്റർ അധ്യാപകർ വയനാട് കളക്ടറേറ്റിൽ നടത്തിയ നിരാഹാരം അവസാനിപ്പിച്ചു. എന്നിട്ട് സമരസമിതി നേതാക്കളുമായി പട്ടികവർഗ മന്ത്രി തുളസി വ്യാഴാഴ്ച വൈകിട്ട് തിരുവനന്തപുരത്ത് നടത്തിയ ചർച്ചയിൽ അനുകൂല തീരുമാനം ഉണ്ടായതിനെ തുടർന്നാണ് 8 ദിവസമായി നടത്തി വന്ന സമരം അവസാനിപ്പിച്ചത്. ഏതായാലും തുളസി ഒരു നല്ല കാര്യം ചെയ്തു. സമരം ചെയ്യുന്ന അധ്യാപികമാരെ ചർച്ചയ്ക്ക് വിളിച്ചു.
ഇതൊരു മാതൃകയാണ് കേട്ടോ. ഈ മാതൃകാപരമായ പ്രവർത്തനമാണ്. ഈ സമരം ചെയ്യുന്ന അധ്യാപികമാരെ എന്തായാലും സമരം ചെയ്യുന്ന സ്ത്രീകളാണ്. അവരെ ഈ കെ എ തുളസി തൻ്റെ ഓഫീസിലേക്ക് ക്ഷണിച്ചു. അവരുമായി ചർച്ച നടത്തി. കാര്യങ്ങളൊക്കെ മന്ത്രി വിശദീകരിച്ചു. ചെയ്യാൻ പറ്റാവുന്നിടത്തോളം കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് സമരം അവസാനിപ്പിച്ചു. ഇവിടെ അന്തംഗമികൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ അറിയോ? ഇതേപോലെ ഇതിപ്പോൾ ആകെ ഈ പറയുന്ന 326 അധ്യാപികമാരാണ്. അതിൽ തന്നെ സമരരംഗത്തുള്ളത് ആകെ 10-25 അധ്യാപികമാരാണ്. ഇവരെയാണ് വിളിച്ചു വരുത്തി ഈ മന്ത്രി സമാശ്വസിപ്പിച്ചത്. അതാണ് മാനുഷികത എന്ന് പറയുന്നത്, അല്ലേ? മാനുഷികത എന്ന് പറയുന്നത് ഇതില്ലാത്ത വിഭാഗമാണ് ഈ CPM-കാർ. നിങ്ങൾ കഴിഞ്ഞ മന്ത്രിസഭയുടെ കാലത്തെ എത്ര 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 ആശാവർക്കർമാർ, അല്ലേ? എത്ര ആശാവർക്കർമാരാണ് പൊരിവെയിലത്ത് പെരുമഴയത്ത് സെക്രട്ടേറിയറ്റ് മുമ്പിൽ എത്ര 285 ദിവസം. ഇത് 8ാം ദിവസം സമരം അവസാനിപ്പിച്ചു. മറ്റത് 285 ദിവസം സമരം ചെയ്തിട്ട് ആ ആശാവർക്കർമാരെ പിണറായി വിജയൻ ഒന്ന് വിളിച്ച് സംസാരിച്ചു. അതിന് പകരം കാർക്കിച്ച് തുപ്പിയില്ല അവരുടെ മുഖത്ത്. എന്തൊക്കെയാണ് അവർ വിളിച്ചത്? ഇവർ സുരേഷ് ഗോപിയുടെ ഉമ്മ വാങ്ങാൻ വന്ന ആൾക്കാരാണ്. സാംക്രമിക രോഗം വരുത്തുന്ന കീടങ്ങളാണ്, പാട്ടകുലിക്കുകളാണ്, ഈർക്കിൾ പാർട്ടികളാണ്, എന്താ പറയുക, വിധ്വംസക ശക്തികളാണ്. എന്തൊക്കെ 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 പറഞ്ഞു, അല്ലേ? ഇതാണ് പറഞ്ഞത്. ഇതാണ് നിങ്ങൾ തോറ്റുപോയതിന് കാരണം. ഇതൊക്കെയാണ്. കണ്ടു പഠിക്കുക. കെ എ തുളസിയെ കണ്ടുപഠിക്കുക. കെ എ തുളസിക്ക് അറിയാം. കെ എ തുളസി ഈ സമരം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞു, ഒരു പിരിച്ചുവിടൽ ഉണ്ടായിട്ടില്ല, ഓരോ വർഷത്തേക്കുള്ള നിയമനമായിരുന്നു. പക്ഷേ ഇടതുപക്ഷ സർക്കാർ, അത് തുളസി പറഞ്ഞിട്ടില്ല കേട്ടോ, അത് ഞാൻ പറയാണ്. ഇടതുപക്ഷ സർക്കാർ കഴിഞ്ഞ 7 വർഷമായി ഇവർക്ക് ഇങ്ങനെ നിയമനം ഇങ്ങനെ ഈ എന്താ പറയുക തുടർച്ചയായി കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഏറ്റവും അനധികൃതമായ രീതിയിൽ പുതിയ ഈ അപേക്ഷകരെ മുഴുവൻ വഞ്ചിച്ചുകൊണ്ട് ഇവർ സ്വന്തം പാർട്ടിക്കാരെ ഇങ്ങനെ തുടർന്നുകൊണ്ട് വരികയായിരുന്നു. അപ്പോഴാണ് കെ തുളസി പറഞ്ഞത്, ഇതാ ഞങ്ങൾ മെയ് 18-നാണ് ഞങ്ങൾ അധികാരമേറ്റത്, ഞങ്ങളിതാ പുതിയ നിയമന നടപടികളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു എന്ന് പറയുന്നു. ഇത് അങ്ങനെ പിരിച്ചുവിടൽ പരിപാടിയൊന്നുമില്ല എന്നൊക്കെ വളരെ കൃത്യമായി പറഞ്ഞ കെ തുളസി ഈ അധ്യാപികമാരെ ചർച്ചയ്ക്ക് വിളിക്കുകയാണ്. എന്നിട്ട് ഇവരുമായി പ്രശ്നം എന്താ പറയുക ചർച്ച ചെയ്ത് അവസാനിപ്പിച്ച് സമരം കഴിഞ്ഞു. ഇതാണ് വാർത്ത. എന്തൊക്കെ ഉറപ്പുകളാണ് കൊടുത്തത്? ഉറപ്പ് കൊടുക്കാനുള്ള ഒരൊറ്റ കാര്യം ഉണ്ടാവുള്ളൂ. സ്വാഭാവികമായും വിളിക്കും, എന്താ പറയുക, നിങ്ങളുടെ കാര്യവും പരിഗണിക്കാം, കാരണം നിങ്ങൾ ഇത്രയും കൊല്ലം വർക്ക് ചെയ്തില്ലേ, നിങ്ങൾക്കൊരു വെയിറ്റേജ് തരാം. സ്വാഭാവികമാണ്, വളരെ സ്വാഭാവികമാണ്. അതാണ് ഇവർക്ക് കൊടുക്കാവുന്ന ഏക ഉറപ്പ്. നിങ്ങൾ ഇത്രയും കഴിഞ്ഞ വർഷങ്ങളൊക്കെ ജോലി ചെയ്തുകൊണ്ട് നിങ്ങൾക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടാവും. ആ എക്സ്പീരിയൻസിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്കൊരു വെയിറ്റേജ് തരാം. പക്ഷെ നിങ്ങൾ ഈ ടെസ്റ്റ് എഴുതണം, പുതിയ ഇന്റർവ്യൂവിൽ പങ്കെടുക്കണം. നിങ്ങളെക്കാൾ മികവുള്ളവരാണെങ്കിൽ പിന്നെ നിങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല, ഈ നോക്കിയിട്ട് നിങ്ങൾക്കൊരു ചെറിയൊരു വെയിറ്റേജ് ഒക്കെ തരാം എന്നാവണം, അല്ലെങ്കിൽ എന്നായിരിക്കും, അല്ലെങ്കിൽ എന്നത് തന്നെയാണ് ആര് പറഞ്ഞത്? ഈ കെ തുളസി പറഞ്ഞത്. എന്നിട്ട് ഇവർ പറയുകയാണല്ലോ, അങ്ങനെ സമരം അവസാനിപ്പിച്ചു. വീണ്ടും മെന്റർ അധ്യാപകരെ നിയമിക്കുമ്പോൾ നിലവിൽ ജോലി ചെയ്തിരുന്നവർക്ക് വെയിറ്റേജ് മാർക്ക് നൽകും. ശരി, മന്ത്രി പറഞ്ഞു നിങ്ങൾക്ക് ഒരു വെയിറ്റേജ് മാർക്ക് തരാം, അല്ലേ? അതൊരു മാനുഷികപരമായ നേരത്തെ ഇടതുപക്ഷ സർക്കാർ കാണിക്കാത്ത ഒരു മാനുഷികത കെ തുളസി കാണിച്ചു. നിങ്ങൾക്കൊരു വെയിറ്റേജ് തരാം. ശരി, വെയിറ്റേജ് മാർക്ക് തരാം. പ്രത്യേക സമുദായങ്ങൾക്കായി നീക്കിവെച്ചിട്ടുള്ള തസ്തികകളിൽ ആ സമുദായത്തിൽപ്പെട്ട TTC BEd യോഗ്യതയുള്ളവർ ഇല്ലെങ്കിൽ മറ്റു സമുദായങ്ങളിലുള്ളവരെ ആദ്യം പരിഗണിക്കും. ഇതൊന്നും ഈ സമരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ല. അതായത് ഇതിലെ ഓരോരോ വിഭാഗങ്ങൾക്കായി ഓരോരോ സമുദായത്തിൽപ്പെട്ട TTC BEd യോഗ്യതയുള്ളവർ ഇല്ലെങ്കിൽ മറ്റു സമുദായങ്ങളിലുള്ളവരെ ആദ്യം പരിഗണിക്കും. ഇതിന് ശേഷമാകും അതത് സമുദായത്തിലെ കുറഞ്ഞ യോഗ്യതയുള്ളവരെ പരിഗണിക്കുക. വിജ്ഞാപനത്തിൽ സർക്കാർ ഒഴിവാക്കിയ തച്ചനാടൻ മൂപ്പൻ, കാടർ, കരിമ്പാലൻ തുടങ്ങിയ മുഴുവൻ ഗോത്രവർഗ്ഗക്കാർക്കും നിയമനത്തിന് അവസരം നൽകുന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊന്നും സമരക്കാരുടെ ആവശ്യമില്ലായിരുന്നു. ഇതൊക്കെ മന്ത്രി പറഞ്ഞതാണ്. എന്ന് പറഞ്ഞാൽ കുറേയും കൂടിയും എല്ലാ ആദിവാസി വിഭാഗങ്ങൾക്കും ഈ ഒരു പദ്ധതിയിലേക്ക് എന്താ പറയുക പദ്ധതിയിൽ ചേരാവുന്ന രീതിയിൽ അവർക്കൊക്കെ നിയമനം കിട്ടത്തക്ക രീതിയിൽ ഇത് കുറേയും കൂടിയും ഇതിന്റെ ഈ ചട്ടങ്ങളിലൊക്കെ ഭേദഗതി വരുത്തുന്നൊക്കെ മന്ത്രി പറഞ്ഞു. എന്നിട്ട് പറയാണല്ലോ, 45 വയസ്സ് കഴിഞ്ഞ മെന്റർ അധ്യാപകരെ പട്ടികവർഗ വകുപ്പിന്റെ മറ്റു പദ്ധതികളിൽ പരിഗണിക്കും. ഇതിൽ 45 വയസ്സ് വരെ ഈ മെന്റർ അധ്യാപകരെ ആക്കുള്ളൂ. ഈ സമരം ചെയ്യുന്ന ആൾക്കാരിൽ 45 വയസ്സിൽ കൂടുതലുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവരെ മറ്റു പദ്ധതികൾ, സർക്കാരിന്റെ ഇതേപോലുള്ള മറ്റു പദ്ധതികൾ ഉണ്ടെങ്കിൽ അതിലേക്കൊക്കെ നിങ്ങൾ പരിഗണിക്കാം എന്ന് പറഞ്ഞ് ഇത്രയും അനുഭാവപൂർണമായ ഒരു സമീപനമാണ് കെ തുളസിയുടെ ഭാഗത്ത് ഉണ്ടാകുന്നത് കേട്ടോ. എന്നിട്ട് ആദിവാസി വിദ്യാർത്ഥികളുടെ കൊഴിഞ്ഞുപോക്ക് തടയാനും പഠന പിന്തുണ ഉറപ്പാക്കാനുമായി 2017 ഈ പദ്ധതി ആരംഭിച്ചത് 2017 LDF സർക്കാർ നിയമിച്ച 326 ഗോത്ര അധ്യാപകരെയാണ് UDF സർക്കാർ അധികാരമേറ്റയുടൻ പിരിച്ചുവിട്ടത്. നോക്കിയിട്ട് എന്താ ഞാൻ പറഞ്ഞത്? അതായത് ഇത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് വീണ്ടും ഈ വാർത്തയിൽ പറയാണല്ലോ,
2017 LDF സർക്കാർ നിയമിച്ച 326 ഗോത്ര അധ്യാപകരെയാണ് UDF സർക്കാർ അധികാരമേറ്റയുടൻ, അതായത് മാർച്ച് 31 പിരിഞ്ഞു പോയ ആൾക്കാരെ കുറിച്ചാണ് പറയുന്നത്. മെയ് 18 മാർച്ചും കഴിഞ്ഞ് ഏപ്രിലും കഴിഞ്ഞ് മെയ് 18 അധികാരമേറ്റ UDF സർക്കാർ പിരിച്ചുവിട്ടത്രേ. ആരെ? മാർച്ച് 31 കാലാവധി കഴിഞ്ഞ ആൾക്കാരെ മെയ് 18 അധികാരമേറ്റ UDF സർക്കാർ പിരിച്ചുവിട്ടെന്ന് ഇത്ര ഉളുപ്പില്ലാതെ, അല്ലേ? ഇത്ര ഉളുപ്പില്ലാതെ എഴുതാൻ ലോകത്ത് വേറൊരു പത്രം ഉണ്ടാവില്ല കേട്ടോ. എടോ നാണല്ലേ എടോ നിങ്ങൾക്ക്, അല്ലേ? നാണല്ലേ? ചെന്ത ഞാൻ എന്താ കൂടുതൽ പറയേണ്ടത്? ഇനി അത് കഴിഞ്ഞിട്ട് വയനാട്, മലപ്പുറം, പാലക്കാട് ജില്ലകളിൽ ജോലി ചെയ്തിരുന്നവരാണിവർ. തുടക്കത്തിൽ സർക്കാർ സമരം അവഗണിച്ചെങ്കിലും ബഹുജന പിന്തുണ ഏറിയതോടെ ചർച്ചയ്ക്ക് തയ്യാറാകേണ്ടി വന്നു. ബഹുജന പിന്തുണ അങ്ങോട്ട് ഏറി വന്ന് എന്ത് ബഹുജന പിന്തുണ? ആരും തിരിഞ്ഞു നോക്കില്ല. അങ്ങനെയാണെങ്കിൽ ആശാവർക്കർമാരുടെ സമരത്തിന് ഇവിടെ ഉണ്ടായിരുന്ന ബഹുജന പിന്തുണ എന്തായിരുന്നു? എന്നിട്ട് LDF തിരിഞ്ഞു നോക്കിയോ? ഇല്ലല്ലോ. എന്നിട്ട് ബഹുജന പിന്തുണ ആണ്ട് ഏറിയതുകൊണ്ട് തിരിഞ്ഞു നോക്കിയത്രേ. PA മുഹമ്മദ് റിയാസ് MLA നിയമസഭയിലും വിഷയം ഉന്നയിച്ചതോടെയാണ് ചർച്ച ചെയ്ത. നിയമസഭയിലും മുഹമ്മദ് റിയാസ് ഇക്കാര്യം ഉന്നയിച്ചിരുന്നു. നിയമസഭയിലും തുളസി ഈ കാര്യം തന്നെ പറഞ്ഞത്. തുളസിക്ക് തന്നെ പറയാൻ പറ്റുള്ളൂ. ഇതാണ് വസ്തുത, ഇതാണ് യാഥാർത്ഥ്യം, ഇത് യാഥാർത്ഥ്യമാണെന്ന്, ഇതാണ് സ്ഥിതി എന്ന് തുളസി നിയമസഭയിലും പറഞ്ഞു. അപ്പോഴാണ് റിയാസ് പറഞ്ഞു വന്നത്, ഒരു രക്ഷയില്ല മക്കളെ, സമരം നിർത്തിക്കാളി, എന്നിട്ട് കൈയും കാലും പിടിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ചെറിയൊരു വെയിറ്റേജ്, മന്ത്രി ഒരു വെയിറ്റേജ് മാർക്ക് തന്നാൽ അത് നല്ലത് എന്ന് വിചാരിച്ചിട്ട്, അല്ലാതെ നിങ്ങളെ ആരും തിരിച്ചെടുക്കാൻ പോകുന്നില്ല. സത്യം പറഞ്ഞാൽ ഈ സമരം പൊട്ടി, അല്ലേ? അതല്ല ഇതിന്റെ യാഥാർത്ഥ്യം. ഈ പാവം സ്ത്രീകളെ മുഴുവനും ഈ കഴിഞ്ഞ 8 ദിവസം ഇവരെ നിരാഹാരം കിടത്തിയിട്ട് എന്താ നേടിയത്? മുഹമ്മദ് റിയാസ് എന്താ നേടിയത്? മുഹമ്മദ് റിയാസിന്റെ ഇപ്പോഴത്തെ പണി ഭാര്യനെ ED ഓഫീസിൽ കൊണ്ടാക്കുക. നമ്മൾ പല ഭർത്താക്കന്മാരെയും കണ്ടിരിക്കണ്. ഈ ജോലിയുള്ള സ്ത്രീകളെ ഇവർ ചിലപ്പം ഇവരുടെ ജോലി സ്ഥലത്ത് കൊണ്ടാക്കും. ആൾക്കാർ വിചാരിക്കും ED ഓഫീസിലാണ് വീണക്ക് പണിയുന്നത്. റിയാസിന് അടുത്ത് തന്നെ അമ്മായിയച്ഛനെയും കൊണ്ടാക്കാം. അങ്ങനെ അമ്മായിയച്ഛനെയും ഇങ്ങനെ ED ഓഫീസിൽ കൊണ്ടാക്കാം റിയാസിന്. ഇമാതിരി ഒരു തോറ്റ നേതാവ്, അല്ലേ? ഉളുപ്പില്ലാത്ത നേതാവ്. നമ്മൾ ഈ ബേപ്പൂർ മണ്ഡലത്തിലെ റിയാസിന് വോട്ട് ചെയ്തു പോയ ആൾക്കാർക്ക് ഇപ്പം ഇങ്ങനെ സ്വന്തം തലയിൽ തല്ലുകയാണ്. ഇത്രയും വിവരം കെട്ടവനല്ലേ ഞങ്ങൾ വോട്ട് ചെയ്തതെന്നായിരിക്കും അവർ ആലോചിക്കട്ടോ. അങ്ങനെ റിയാസിന്റെ പൊളിഞ്ഞു പോയ ഒരു സമരം, അന്തംഗമ്മികളുടെ പൊളിഞ്ഞു പോയ ഒരു കള്ളം. പക്ഷേ ദേശാഭിമാനി ഇപ്പോഴും അതിങ്ങനെ എന്താ പറയുക, അവതരിപ്പിക്കുകയാണ് ഉടുപ്പില്ലാതെ. ഇന്നത്തേക്ക് ഏതാണ്ട് വയറ് നിറഞ്ഞല്ലോ, അല്ലേ? കഴിഞ്ഞില്ല. ഇത് ദേശാഭിമാനിയിലെ നിരവധിയായ കള്ളങ്ങളിൽ ഒരു കള്ളവാർത്തയാണ് ഞാൻ പറഞ്ഞത്. ഒരു കള്ളവാർത്ത. ബാക്കി കള്ളങ്ങളെക്കുറിച്ച്, ബാക്കി വാർത്തകളെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ പറയാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.